പ്രൈസ് ദി ലോർഡ്. 2024 അവസാന പ്രഭാതത്തെയും കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 48 സങ്കീർത്തനം, അതിൻ്റെ 8 വാക്യം. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സദാകാലത്തേക്കും ദൈവം അതിനെ സ്ഥിരമാക്കിയിരിക്കുന്നു. കാരണം നാം കേട്ടതിനൊന്നും വ്യത്യാസമുണ്ടാകാതിരിക്കേണ്ടതിന്. നോക്കൂ, നമ്മുടെ ജീവിതം ഒരു വഴിയാത്രക്കാരന് തുല്യമാണ്. പോകുന്ന യാത്രയിൽ, ദീർഘദൂര യാത്രയിൽ വഴിയറിയാതെ നമ്മൾ പലപ്പോഴും ഓരോരോ ജംഗ്ഷനുകളിലും പലയിടങ്ങളിലും വാഹനം നിർത്തി വഴി ചോദിക്കുന്നത് പോലെ. എന്നാൽ വഴി നല്ല തിട്ടമില്ലാത്തവരോട് ചോദിക്കുമ്പോൾ അവരെന്താണ് മറുപടി തരുന്നത്? നേരെ പോയാൽ മതി, അല്ലെങ്കിൽ നേരെ പോയി അവിടുന്ന് വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക എന്നൊക്കെ അവ്യക്തമായ ചില വഴികളെക്കുറിച്ച് അവർ നമ്മോട് സംസാരിക്കും. എന്നാൽ അത് കേട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഓരോ ജംഗ്ഷനിലും വണ്ടി നിർത്തി പലരോടും ചോദിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് പോകേണ്ടതായ, ചെന്നെത്തേണ്ടതായ വഴിയെക്കുറിച്ച് നല്ല തിട്ടമുള്ള ഒരു വ്യക്തി നമ്മോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം നമുക്ക് പല അടയാളങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ പോകുന്ന വഴിയിൽ ഇന്ന ബിൽഡിങ് കാണും, ഇന്ന പാലം കാണും, ഇന്ന ജംഗ്ഷൻ കാണും, ഇന്ന പട്ടണം കാണും, അവിടെ നിന്ന് എങ്ങോട്ട് തിരിയണം. അത് മാത്രമല്ല, നിങ്ങൾ പോകുന്ന വഴിയിൽ ധാരാളം വന്യമൃഗങ്ങളുണ്ട്, കാടുണ്ട്, മേടുണ്ട്, അനേക ആറുകൾ കടന്നു പോകണം, കടത്തുകൾ കടന്നു പോകണം. അങ്ങനെ ഇന്ന രീതിയിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ആ വ്യക്തി നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്ന ഒരു വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹം നമുക്ക് വഴിയറിയാതെ നമ്മൾ നട്ടം തിരിയുന്നതായ പല സ്ഥാനങ്ങളിലും നിന്നുകൊണ്ട് അദ്ദേഹം നമ്മോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് കേട്ട് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായ പല അടയാളങ്ങളും ഒന്നും വീണു പോകാതെ സകലതും നമുക്ക് കാണുവാനിടയായി. നോക്കൂ, കോരഹപുത്രന്മാർ നമ്മൾ വായിച്ചതായ സങ്കീർത്തന ഭാഗങ്ങളിൽ വിവരിക്കുന്നത് കേട്ടില്ലേ? അദ്ദേഹം പറയുകയാണ്, നാം കേട്ടതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പട്ടണത്തിൽ നാം കണ്ടിരിക്കുന്നു. അതെല്ലാം അവിടെ ഉണ്ട്. അവൻ നമ്മോട് എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം അവിടെ ഉണ്ട്. അതങ്ങനെ തന്നെയാണ്. അത് തന്നെയല്ല, അതൊന്നും സത്യമല്ലാതെ അസത്യമാകാതിരിക്കേണ്ടതിന് ദൈവം അതിനെയെല്ലാം അവിടെ സ്ഥിരമാക്കിയിരിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ പലതും ദൈവം നമുക്ക് തന്നു, അതിനെയൊക്കെയും ദൈവം സ്ഥിരമാക്കി. 2024 ആരംഭത്തിങ്കൽ കർത്താവ് നമ്മളോട് പല അടയാളങ്ങൾ പറഞ്ഞു. നമ്മൾ കടന്നു പോകേണ്ടതായ, അഭിമുഖീകരിക്കേണ്ടതായ അനേക വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുകയുണ്ടായി. അനേക പ്രശ്നങ്ങളെക്കുറിച്ച് നിന്നോട് സംസാരിക്കുകയുണ്ടായി. നിന്റെ കുഞ്ഞുങ്ങളോട് നിന്നോട് സംസാരിച്ചു. നിന്റെ കുടുംബത്തെക്കുറിച്ച് നിന്നോട് സംസാരിച്ചു. നിന്നെക്കുറിച്ച് തന്നെ ദൈവം സംസാരിച്ചു. നിന്റെ ചാർച്ചക്കാരെക്കുറിച്ച് പറഞ്ഞു, ആത്മീക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, ഭൗമിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, ലാഭങ്ങളെക്കുറിച്ച് പറഞ്ഞു, നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദൈവം പറഞ്ഞത് ഒന്നും നിറവേറാതിരുന്നിട്ടില്ല. അതാണ് സങ്കീർത്തനക്കാരൻ കോരഹപുത്രന്മാർ പറയുന്നത്, നാം കേട്ടതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ എല്ലാം കണ്ടു. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ ആ പട്ടണത്തിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ നാട്ടിലെല്ലാം ടൂർ ഓപ്പറേറ്റർമാർ അനേകരെ സംഘടിപ്പിച്ചും കൊണ്ട് ടൂർ പോകുന്നത് കണ്ടിട്ടില്ലേ? അവർ ടൂർ പോയി കഴിഞ്ഞാൽ ആരംഭത്തിൽ അവർ പല പ്രോമിസുകൾ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലാഭകരമായ ഒരു യാത്ര അവർക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കും. യാത്രയെക്കുറിച്ചും നമുക്ക് തരുന്നതായ സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം വാഗ്ദാനങ്ങൾ അവർ ചെയ്യും. എന്നാൽ പലപ്പോഴും നമ്മൾ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് യാത്ര ചെയ്ത് അവിടെ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം
അവർ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ചെയ്തില്ല, ഇതെല്ലാം വാക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോയവരെല്ലാവരും കൂടെ ചേർന്നിരുന്നു കൊണ്ട് പറയും. എന്നാൽ ഇവിടെ കോരഹപുത്രന്മാർ പറയാണ്, നമ്മുടെ യാത്ര അങ്ങനെയല്ല, നാം കേട്ടതുപോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. നമ്മോട് അരുളി ചെയ്തവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യത്തിൻ്റെ പുറകെ നമ്മൾ പോയപ്പോൾ ജീവനിൽ കടന്നു ചെന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുകയാണ്. നോക്കൂ, അങ്ങനെ യാത്ര ചെയ്യുന്നവർ, ഒടുവിൽ ഒരു ടൂറിന് പോകുന്നവർ, അല്ലെങ്കിൽ ഒരു എക്സർഷന് പോകുന്നവർ, അല്ലെങ്കിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവർ കടന്നു വന്നിട്ട് അവരുടെ തിരിച്ചു വരുമ്പോൾ അവരുടെ യാത്രയെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തുകയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കോരഹപുത്രന്മാർ അവരുടെ യാത്ര, അവരുടെ ജീവിതത്തിലെ ആ പ്രത്യാശപരമായിട്ടുള്ള ഒരു ജീവിതം അവർ വിലയിരുത്തുന്നതെന്ന് നോക്കൂ. അതിൻ്റെ അതേ അധ്യായത്തിൻ്റെ സങ്കീർത്തനം 48 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 14 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് നമ്മൾ വേറൊരു വഴികാട്ടിയെ നോക്കി നാം ആശ്രയിക്കേണ്ട ആവശ്യമില്ല. യാത്രയുടെ ആരംഭത്തിൽ നമ്മോട് വാഗ്ദത്തം ചെയ്തവൻ, അവൻ നമ്മെ അവസാനം വരെ കൊണ്ടെത്തിക്കുവാൻ ശക്തനാണ്. അവൻ ജീവപര്യന്തം 2024 മാത്രമല്ല, 2025 അല്ല, 27 അല്ല, അങ്ങനെ നമ്മുടെ ജീവകാലം മുഴുവനും നരയ്ക്കുവോളം നമ്മെ ചുമക്കാമെന്ന് പറഞ്ഞുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തം അതേപടി നിവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തിങ്കിലേക്ക് വിരലിച്ചു ചൂണ്ടിക്കൊണ്ട് കോരഹപുത്രന്മാർ പറയുകയാണ്, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം 2024 അനേക ദുർഘടങ്ങളെ നാം അഭിമുഖീകരിക്കുകയുണ്ടായി. അനേക സന്തോഷ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വന്നു. അനേക ആനന്ദ ദിവസങ്ങൾ നമ്മളുടെ മുൻപിൽ കടന്നു വന്നു. പരിശോധനകൾ കടന്നു വന്നു. ദുഃഖത്തിൻ്റെ വഴികൾ പലതും കടന്നു വന്നു. ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ വഴികൾ പലതും നമ്മെ അഭിമുഖീകരിക്കുകയുണ്ടായി. പോരാളികൾ അതിശക്തിയോടുകൂടി നമ്മോട് പോരാടി. നമ്മുടെ വഴി മുടക്കുന്നവർ പലരും നമ്മെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ സത്യമായവൻ, യഥാർത്ഥമായ വഴികാട്ടിയായവൻ, ജീവന്റെ സമൃദ്ധിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കാമെന്ന് നമുക്ക് വാഗ്ദാനം തന്നവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ നമുക്ക് ആശ്രയമായിരുന്നത് കൊണ്ട് നാം പട്ടുപോകുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മോടൊപ്പം യാത്ര തിരിച്ചവർ പലരുണ്ട്. അവർ അതിവേഗത്തിൽ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തി. എന്തോ നമ്മുടെ യാത്ര അല്പം സ്ലോ ആയിരുന്നിരിക്കണം. നമുക്ക് അല്പനാളുകൾ കൂടെ തരണം ചെയ്യേണ്ടതായിട്ട് ദൈവം നമുക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മരുയാത്രയിൽ നമ്മുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകേണ്ടതായ ആ ദുർഘടമായ വഴികളെയും നമ്മൾ കടന്നു പോകേണ്ടതായ ആ ലക്ഷ്യസ്ഥാനത്തെയും ഒക്കെ സത്യം പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, ആ ഉത്തരവാദിത്വം അവനിൽ ആശ്രയിച്ചാൽ, അവൻ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരും. ഈ ദൈവം നല്ല ദൈവമാണ്. ജീവപര്യന്തം നമ്മെ നടത്തുവാൻ ശക്തനാണെന്ന് അനുഭവസ്ഥരായവർ നമ്മുടെ ഈ പ്രഭാതത്തിൽ സാക്ഷ്യം പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ മുൻപോട്ടുള്ളതായ യാത്ര സത്യത്തിന് സാക്ഷികളായി നിന്നുകൊണ്ട്, സത്യത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ ജീവന്റെ നിറവിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ കഴിയും. വഴിമധ്യേ ധാരാളം വന്യമൃഗങ്ങൾ കാണും. ഘോരമായിട്ടുള്ള പല വഴികളും ദുർഘടങ്ങളും നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെങ്കിൽ ഒരുവൻ യഥാർത്ഥമായ വഴികാട്ടി നിന്നോടുകൂടെ ഉള്ളപ്പോൾ, ശക്തനായവൻ നിനക്ക് മുമ്പായി യാത്ര ചെയ്യുമ്പോൾ, അവൻ്റെ കാൽച്ചുവടുകളെ ചുറ്റിയുള്ളതായ ഒരു സഞ്ചാരമാണ് നിനക്കുള്ളതെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതെങ്കിൽ, നിന്റെ കുടുംബത്തിനുള്ളതെങ്കിൽ, അവിടെയൊക്കെയും സമാധാനവും ആശ്വാസവും നിനക്ക് പകർന്നു തരുവാൻ കർത്താവ് ശക്തനാണ്. പലപ്പോഴും നമ്മോട് കൂടെയുള്ളവർ വഴിയുടെ ദൈർഘ്യത്തെക്കുറിച്ച് നമ്മോട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നറിയാം, വിളിച്ചവൻ വിശ്വസ്തനെന്ന് അവൻ്റെ കൽപ്പന ഏറ്റെടുത്ത വ്യക്തികൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ യഥാർത്ഥമായ വഴികാട്ടിയെ കണ്ടുകൊണ്ട് അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തുന്നവനെന്ന് നമുക്കും കോരഹപുത്രന്മാരോട് കൂടെ ചേർന്ന് പറയാം. ഗഡ് ബ്ലെസ് യു.